തമിഴക രാഷ്ട്രീയത്തിൽ ടി.വി.കെ വലിയ വാർത്തകൾ സൃഷ്ടിച്ചേക്കും. തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോറിനെ ഒഴിവാക്കുന്ന തമിഴക വെട്രി കഴകം മറ്റൊരു ഗംഭീര നീക്കം ആരംഭിച്ചു. അണ്ണാ DMKയിലെ വിമതർ വിജയ്ക്കൊപ്പം ചേർന്നാൽ എന്തും സംഭവിക്കാം. രജനീകാന്തിന്റെ രാഷ്ട്രീയ ഉപദേശകനും ടി.വി.കെയിൽ ഭാവി കാണുന്നു. തമിഴ്നാട്ടിൽ ഭരണം പിടിക്കുന്നതിനായുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാൻ നിയോഗിച്ച പ്രശാന്ത് കിഷോറിനെ ഒഴിവാക്കാൻ നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകം സ്വന്തമായി രാഷ്ട്രീയ താല്പര്യമുള്ള പ്രശാന്ത് കിഷോറുമായി ഒത്തുപോകില്ലെന്ന് കണ്ടാണ് ടി.വി.കെ അദ്ദേഹത്തെ കൈവിടുന്നത്. കഴിഞ്ഞ വർഷം പാർട്ടിയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തതൊഴിച്ചാൽ പാർട്ടിയുടെ മറ്റു വേദികളിലൊന്നും പ്രശാന്ത് കിഷോറിന്റെ സാന്നിധ്യമില്ലായിരുന്നു. നയരൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ചിരുന്ന ജോൺ ആരോഗ്യസ്വാമി ഉൾപ്പെടെയുള്ളവർക്ക് നിയമനത്തിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നു. വിജയുടെ സ്വീകാര്യതയും താരപരിവേഷവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്നാണ് ഈ വിഭാഗം കണക്കുകൂട്ടുന്നത്. അപൂർവം അവസരങ്ങളിൽ മാത്രമാണ് പ്രശാന്ത് കിഷോറിന്റെ അഭിപ്രായങ്ങൾ വിജയ് തേടിയിരുന്നത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ടി.വി.കെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ പ്രശാന്തിന് നിർണായക റോൾ ഉണ്ടാകുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. മുൻപ് പ്രശാന്തിനെ യോഗത്തിനെത്തിച്ചത് അടുത്തിടെ VC-കെ വിട്ട് വിജയുടെ പാർട്ടിയിലെത്തിയ ആദവ് അർജുനാണ്. അതേസമയം ഇപ്പോൾ ബീഹാറിൽ ജൻ സൂരജ് പാർട്ടി എന്ന രാഷ്ട്രീയ കക്ഷി നടത്തുകയാണ് പ്രശാന്ത്. ബീഹാർ തെരഞ്ഞെടുപ്പിലടക്കം പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി കളത്തിൽ ഇറങ്ങിയേക്കും. പ്രശാന്ത് കിഷോർ രൂപം കൊടുത്ത തെരഞ്ഞെടുപ്പ് തന്ത്ര ഏജൻസി ഐപാക് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷി AIADMKയുമായി സഹകരിക്കാൻ തയ്യാറെടുക്കുമെന്നും കേട്ടിരുന്നു. 2021 പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം വിജയത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസിനെ സഹായിച്ചതിനു ശേഷം പ്രശാന്ത് കിഷോർ രാഷ്ട്രീയ കൺസൾട്ടിംഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 2 അദ്ദേഹം ജൻ സൂരജ് പാർട്ടി രൂപീകരിച്ചത്. പ്രശാന്ത് കിഷോറിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപദേശം തേടാമെന്ന തീരുമാനത്തിലാണ് വിജയ്. താരപരിവേഷം കൊണ്ട് മാത്രം വിജയ്ക്ക് തമിഴ്നാട്ടിൽ ചലനമുണ്ടാക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് അദ്ദേഹത്തിനൊപ്പമുള്ള ടി.വി.കെ പ്രവർത്തകർ. അണ്ണാ DMKയിൽ നിന്ന് പുറത്താക്കപ്പെട്ട O. പനീർശെൽവത്തിന്റെ മകൻ OP രവീന്ദ്രനാഥ് അടക്കമുള്ളവർ വിജയ്ക്കൊപ്പം ചേരാൻ തയ്യാറാകുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. 2014 തേനി ലോക്സഭാ മണ്ഡലത്തിൽ അണ്ണാ DMK സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിരുന്നു രവീന്ദ്രനാഥ്. അന്ന് NDA സഖ്യത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വിജയിച്ച ഏക സ്ഥാനാർത്ഥിയായിരുന്നു രവീന്ദ്രനാഥ്. രവീന്ദ്രനാഥിനെ കൂടാതെ മുൻ അണ്ണാ DMK നേതാവ് പഴ കറുപ്പയ്യ, പനീർപക്ഷം നേതാവ് പണ്ഡ്രുത്തി രാമചന്ദ്രൻ, രജനീകാന്തിന്റെ രാഷ്ട്രീയ ഉപദേശകനായിരുന്ന തമിഴരുവി മണിയൻ എന്നിവരും ടി.വി.കെയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം എതിരാളികൾ ഭയപ്പാടോടെയാണ് ടി.വി.കെയുടെ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോൾ വ്യാജവാർത്തകൾ പല രൂപത്തിലും കടന്നു വരുമെന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാവുന്നതിൽ മാത്രമാകണം പ്രവർത്തകരുടെ ശ്രദ്ധയെന്നും ടി.വി.കെ ജനറൽ സെക്രട്ടറി ബസ്സി ആനന്ദ് പറഞ്ഞു. നിലവിൽ ഒരു പാർട്ടിയിലുമില്ലാത്ത മുൻ മുഖ്യമന്ത്രി O. പനീർശെൽവം അണ്ണാ DMKയിൽ ഐക്യം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പുതിയ സംഘടന ആരംഭിച്ചിട്ടുണ്ട്. വിജയ് ഈ നീക്കം നിരീക്ഷിക്കുന്നുണ്ട്. അണ്ണാ DMKയിലെ വിമതരെ ഒന്നടങ്കം ടി.വി.കെയിൽ എത്തിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ നീക്കമായിരിക്കുമെന്ന് വിജയ് കണക്കുകൂട്ടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തമിഴ് രാഷ്ട്രീയത്തിൽ ടി.വി.കെ വലിയ ചില വാർത്തകൾ സൃഷ്ടിച്ചേക്കുമെന്ന സൂചന ശക്തമാണ്.